ഈ നാഗരുടെ പ്രശ്നത്തിന്റെ അവർ തന്നെയാണ്, മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതില് ഒരു മിനിറ്റ് സനന്ദനോട് ഒരു കാര്യം ചോദിക്കട്ടെ. 2 പരാതിയാണ് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. സനന്ദ ഒരു മിനിറ്റ് 2 പരാതിയാണ് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ 1ാമത് പരാതി കൊടുത്തിരിക്കുന്ന ആൾ തൊട്ടടുത്ത വീട്ടിലുള്ള വിശ്വംഭരൻ, 2ാമത് മാസ് പെറ്റീഷൻ കൊടുത്തതിൽ 1ാമത് ഒപ്പിട്ടിരിക്കുന്ന ആൾ യേശുദാസൻ, 2ാമത് ഒപ്പിട്ടയാൾ സനന്ദൻ പറയുന്ന നിങ്ങളുടെ തൊട്ടപ്പുറത്തെ സ്ഥലത്തിൻ്റെ ഉടമ മുജീബ്. അതിനകത്ത് ഈ മതവും ജാതിയും പറയാൻ എന്താണ്? യേശുദാസനുണ്ട്, വിശ്വംഭരനുണ്ട്. ഈ മാസ് പെറ്റീഷനിൽ ബാക്കി എല്ലാ മതത്തിലും ജാതിയിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമുണ്ട്. അതിനൊരു മതത്തിൻ്റെ കോർണറിലേക്ക് സനന്ദൻ എന്തിനാണ് കൊണ്ടുവരുന്നത്? സാറേ, ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ വിശ്വംഭരനെ പറ്റി പറഞ്ഞല്ലോ. ഈ ക്ഷേത്രത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വിശ്വംഭരൻ ഞങ്ങളുടെ ശത്രു തന്നെയാണ്. കാര്യം ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് അവർക്ക് ഇപ്പം ഞങ്ങളോടുള്ള വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കഥകളെല്ലാം കെട്ടിച്ചമച്ച് സ്റ്റേഷനിലേക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ വഴി കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വംഭരൻ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഞാൻ പറഞ്ഞു തരാം. എനിക്ക് ഭയങ്കര ഇതായിരിക്കണം. ഞാനൊന്ന് ഹിന്ദു സംഘടനകളോടൊന്ന് ചോദിച്ചിട്ട് ഒറ്റ കാര്യമുണ്ട്. അവസാനമായിട്ട് ഇതിപ്പോൾ കോടതി പറഞ്ഞേക്കുന്നത് പൊളിക്കണമെന്നുള്ളതാണ്. നിങ്ങൾ പറയുന്ന ഒരു തരത്തിൽ ഇത് പൊളിക്കാൻ അനുവദിക്കില്ല എന്നാണ്. ഇപ്പോൾ ഈ കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ ഇത് പൊളിക്കാനായിട്ട് ജില്ലാ ഭരണകൂടവും പോലീസും ഇവിടെ വന്നാൽ നിങ്ങൾ അതിനോട് സഹകരിക്കുമോ ഇല്ലയോ? ഞാനത് പറഞ്ഞല്ലോ. ഹിന്ദു സംഘടനകളോട് ചോദിച്ചിട്ട് ഞങ്ങൾ മറുപടി നോക്കട്ടെ. ഹിന്ദു സംഘടനകൾ നോക്കട്ടെ. ഹിന്ദു ഐക്യവേദി സത്യസന്ധമായിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമാധി പൊളിക്കൂലല്ലോ. എന്തായാലും ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ ചേട്ടാ.